ശ്രീ വി രാജേഷ്, ഇപ്പോൾ ആനത്തലവട്ടം ആനന്ദൻ ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്. എം എം മണിയെ ന്യായീകരിക്കുവാൻ ആരും ശ്രമിച്ചിട്ടില്ല. മുഖ്യമന്ത്രി പോലും ശ്രമിച്ചില്ല, സംസ്ഥാന സെക്രട്ടറി ശ്രമിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ മണി ഇപ്പോൾ വന്ന് മാപ്പ് അപേക്ഷിക്കണം എന്ന ആവശ്യം അത് ഉടനെ അങ്ങ് പരിഹരിച്ചു കൊടുക്കുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് തീരുമാനം ഇനിയും എടുക്കേണ്ടതുണ്ട്. ചർച്ചകളിലൂടെ മാത്രമേ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ എന്ന്. മാപ്പ് അപേക്ഷിക്കണം എന്നുള്ള ഒരു ആവശ്യം രാജിവെക്കണം എന്ന ആവശ്യത്തോട് ചേർത്ത് ശ്രീമതി ഗോമതി പറഞ്ഞതാണ്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വെച്ചിട്ടുള്ള ആവശ്യം, കേരള സമൂഹത്തിന് മുമ്പാകെ വെച്ചിട്ടുള്ള ആവശ്യം, രാഷ്ട്രീയ പ്രതിയോഗികളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അസഭ്യം പറയുകയും ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകളുടെ പോലും മാനത്തിന് വില പറയുകയും ചെയ്യുന്ന ഈ എം എം മണി മന്ത്രിസ്ഥാനത്ത് ഒരു നിമിഷം പോലും ഇരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പെമ്പിളൈ ഒരുമൈ നടത്തുന്ന ഈ സമരത്തോടൊപ്പം അതിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം നാളെ ഇടുക്കി ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്, ആചരിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കേരള ഗവൺമെന്റ് ഇതിൽ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും. അല്ലാത്ത പക്ഷം നാളെ കഴിഞ്ഞാൽ ഈ സമരം ശക്തമായിട്ട് ആളിപ്പടണം. പക്ഷേ ഇത് ഒരു വിട്ടുവീഴ്ചയും സാധിക്കില്ല. കാരണം മിടുക്കരായ IAS ഉദ്യോഗസ്ഥന്മാരുടെ മുറയിൽ തകർക്കുവാനുള്ള കാര്യങ്ങൾ നടക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെയും മുഖ്യമന്ത്രിയുടെയും മുൻപിൽ വെച്ച് എല്ലാ സമരങ്ങളെയും അധിക്ഷേപിക്കുന്നു. അതേ സമയത്ത് തന്നെ അതോടൊപ്പം തന്നെ സംഘപരിവാറിന്റെ ആശയങ്ങളാണ് ഈ ഉദ്യോഗസ്ഥൻ നടപ്പാക്കുന്നത് എന്ന വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ മറ്റൊരു തന്ത്രമുണ്ട്. അതായത് അദ്ദേഹം ആ കുരിശ് മാറ്റുന്നു. ഇദ്ദേഹം RSSുമായിട്ട് ബന്ധമുണ്ട് എന്നൊരു ധാരണ കേരളത്തിൽ പരത്തി കഴിഞ്ഞാൽ വർഗീയ വിദ്വേഷം വളർത്തുക മാത്രമല്ല, ഇതിൽ നിന്നും ചെന്നുപെട്ട കയ്യേറ്റ വിഷയത്തിൽ നിന്നും അവർക്ക് തൽക്കാലം തടിയൂരി രക്ഷപ്പെടാം. അതുകൊണ്ട് അദ്ദേഹത്തെ RSS പ്രവർത്തകനാണ് എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. ഞാൻ ഒരു കാര്യം സമ്മതിക്കുന്നു, ശരിയായുള്ള കാര്യങ്ങൾ ചെയ്തത്, തൻ്റെ ഇടത്തോടെ കാര്യങ്ങൾ ചെയ്തത്, സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ തന്നെ RSSകാരാണെന്ന് എം എം മണി തന്നെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ സത്യസന്ധമായിട്ടാണ് അവർ ചെയ്യുന്നത് എന്നൊന്നും എം എം മണി പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെയാണ് പൊതുസമൂഹം ധരിച്ചിട്ട് ശ്രീരാം വെങ്കട്ടരാമനെ പോലുള്ള ഗോകുലിനും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും കിട്ടുന്ന പിന്തുണ ലക്ഷക്കണക്കിന് പേർ, ചെറുപ്പക്കാർ, തൻ്റെ IAS ഓഫീസർമാരെ അവർ പിന്തുണയ്ക്കുമ്പോൾ റവന്യൂ വകുപ്പിൽ നിന്ന് ഇന്ന് പ്രത്യേക സർക്കുലർ ചെന്നിരിക്കുകയാണ്. IAS ഉദ്യോഗസ്ഥന്മാർക്ക് റവന്യൂ മന്ത്രിയുടെ ഒപ്പുവെച്ച ഉദ്യോഗസ്ഥന്മാർ, സീനിയർ ഓഫീസറുടെ ഒപ്പുവെച്ച സർക്കുലർ ചെന്നിരിക്കുകയാണ്. നിങ്ങൾ ധൈര്യപൂർവ്വം മുൻപോട്ട് പോയിക്കോളൂ, ഞങ്ങളുണ്ട് കൂടെ. റവന്യൂ മന്ത്രി ചന്ദ്രശേഖരൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ കയ്യേറ്റങ്ങൾ CPIക്കായി കയ്യേറിയാൽ നിങ്ങൾ ഒഴിപ്പിക്കണമെന്ന്. അതിനർത്ഥം മുഖ്യമന്ത്രിയും എം എം മണിയും നിങ്ങളെ എതിർത്താലും ഞങ്ങളുണ്ട് എന്ന് ഈ ഓഫീസർമാർക്ക് ഒരു ഘടകകക്ഷിയായ CPI തന്നെ പിന്തുണ കൊടുക്കുന്നു. ഈ ഗവൺമെന്റിന്റെ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. എം എം മണിക്ക് രാജിവെക്കാതെ ഒരു നിമിഷം പോലും ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. നേരത്തെ ശ്രീ TN പ്രതാപൻ പറഞ്ഞതുപോലെ ലംബോദരന്റെ, മണിയുടെ സഹോദരൻ ലംബോദരന്റെ ഭൂമിയിൽ തൊടുന്നത് വരെ എം എം മണി VS അച്യുതാനന്ദനോടൊപ്പമായിരുന്നു. എന്നായിരുന്നു ലംബോദരന്റെ ഭൂമിയിൽ തൊട്ടത്? അന്നാണ് പ്രശ്നമായത്. ഇവിടെ 35 വർഷമായി അദ്ദേഹം പാർട്ടിയെ സേവിക്കുകയായിരുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പടച്ചട്ട അണിഞ്ഞുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചു എന്നുള്ള ഒരു ചിത്രം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം ഇടുക്കി ജില്ലയിലെ കണ്ണായ പൊന്നായ ഭൂമികൾ വെട്ടിപ്പിടിക്കുകയായിരുന്നു സ്വന്തം അനുജനെ ഉപയോഗിച്ചുകൊണ്ട്. അവിടെ കാറ്റ് പോലും കടക്കാത്ത, എതിർ സമരങ്ങളൊന്നും തന്നെ നടക്കാത്ത രീതിയിലുള്ള കെട്ടിയടച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കായിരുന്നു. അതിന് ഈശ്വരൻ കൊടുത്ത തിരിച്ചടിയാണ്. ഈ തിരിച്ചടിയിൽ എം എം മണി ഇടപെടുകയാണ്, സമയമില്ല. അതുകൊണ്ടാണ് എന്തായാലും ഖേദപ്രകടനത്തിൽ ഒതുക്കാനാവുന്നതല്ല എം എം മണിയുടെ ഈ പ്രസ്താവനകൾ. അത് അദ്ദേഹവും മുഖ്യമന്ത്രിയും പാർട്ടിയും മനസ്സിലാക്കുമെന്ന് തന്നെ കരുതാം. ഇടവേളയ്ക്ക് ശേഷം അകം പോകാം.